Hi, welcome back to Learners. സോ ക്ലാസ് 9 ഫിസിക്സിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ കുറച്ച് നാളായിട്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. സോ ഇന്ന് നിങ്ങൾക്കറിയാം, ഇനി 4 ദിവസം കഴിഞ്ഞാൽ നിങ്ങളുടെ ആനുവൽ പരീക്ഷകൾ വരികയായി. സോ ആ ദിവസങ്ങളിൽ, അതായത് ഈ 4 ദിവസം നിങ്ങൾക്ക് സ്റ്റഡി ലീവ് ലഭിക്കുമ്പോൾ അത് നിങ്ങൾ എഫക്റ്റീവായിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കണം. സോ ഇന്നത്തെ നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രിക് കറണ്ട് എന്ന ചാപ്റ്ററിൽ നിന്ന് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മറ്റ് ചാപ്റ്ററുകൾ നിങ്ങൾക്ക് വഴിയെ വീഡിയോസ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. സോ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട് അല്ലേ? വിച്ച് ഹാസ് മോർ റെസിസ്റ്റൻസ്, നിക്രോം ഓർ കോപ്പർ? നിക്രോമിനാണോ കോപ്പറിനാണോ കൂടുതൽ റെസിസ്റ്റൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഒരു വേർഡ് തന്നെയേ ഉത്തരം ഉണ്ടാവുകയുള്ളൂ. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് മോർ റെസിസ്റ്റൻസ്, ആർക്കാണ് കൂടുതൽ റെസിസ്റ്റൻസ്, നിക്രോമിനാണോ കോപ്പറിനാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ തന്നെ പെട്ടെന്ന് ആൻസർ നിങ്ങളുടെ മനസ്സിലൊന്ന് പറഞ്ഞു നോക്കിയേ. ഏതാ ആൻസർ വരിക? യെസ്, നിക്രോം ആണ് കേട്ടോ. ഏതാണ്? നിക്രോം. അപ്പം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, നിക്രോമിന് എന്ത് കൂടുതലാണ്? യെസ്, റെസിസ്റ്റൻസ് കൂടുതലാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ്. ഓക്കെ, റൈറ്റ് ഡൗൺ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ്. എന്തിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? യെസ്, റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറുകൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നോട്ട് ചെയ്ത് വെച്ചോണേ. സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കേണ്ടവർ കൃത്യമായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. നോട്ടിലേക്ക് പകർത്തി എഴുതുന്നവരുണ്ടെങ്കിൽ അത് പകർത്തി കൃത്യമായിട്ട് എഴുതിയെടുക്കുക കേട്ടോ. 4 ഫാക്ടറുകൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ അല്ലെ, മെറ്റീരിയലിൻ്റെ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ അല്ലെ, മെറ്റീരിയലിൻ്റെ നേച്ചർ, മെറ്റീരിയലിൻ്റെ സ്വഭാവം. അതുപോലെ തിക്നെസ് അല്ലെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അതുപോലെ തന്നെ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ. ലാസ്റ്റ് പോയിന്റ് ടെമ്പറേച്ചർ. അപ്പോൾ ഈ 4 പോയിന്റുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആൻസറായിട്ട് ആൻസർ ഷീറ്റിൽ എഴുതി വെക്കണം. അതായത് ഈ റെസിസ്റ്റൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 4 ഫാക്ടറുകളാണ് മക്കളെ. 4 ഫാക്ടറുകളാണ് ഇൻഫ്ലുവൻസ് ചെയ്യുക. ഏതൊക്കെ? നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ, തിക്നെസ് അല്ലെങ്കിൽ ഏരിയ എന്ന് പറയും, അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ, അതുപോലെ തന്നെ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ നോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യനിൽ മക്കൾ എന്താ പറയുന്നത്? ദ റെസിസ്റ്റർ 6 ohm ആൻഡ് 3 ohm ആൻഡ് 6 volt ബാറ്ററി ആർ ഗിവൺ. ഓക്കെ, ഒരു 6 ohmൻ്റെ റെസിസ്റ്റർ ഉണ്ട്, അതുപോലെ 3 ohmൻ്റെ റെസിസ്റ്ററും ഉണ്ട്. എന്നിട്ട് ഒരു 6 വോൾട്ടിൻ്റെ ബാറ്ററി വെച്ചിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഡ്രോ ദ സർക്യൂട്ട് ഡയഗ്രാം കണക്റ്റിംഗ് ദം ഇൻ പാരലൽ. അതായത് പാരലൽ രീതിയിൽ നമുക്കൊരു സർക്യൂട്ട് ഡയഗ്രാം വരച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, പാരലൽ രീതി എന്ന് പറയുമ്പോൾ 2 റെസിസ്റ്ററുകൾ ഉണ്ടെങ്കിൽ അല്ലേ, ഇവിടെ ഏതൊക്കെ റെസിസ്റ്റർ? 6 ohmഉം 3 ohmഉം ആണ്. അപ്പോൾ ഈ 6 ohmനെയും 3 ohmനെയും നമ്മൾ എന്തുമായിട്ട് വരച്ചു കൊടുക്കണം? പാരലലായിട്ട് അല്ലെ, പാരലായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ അല്ലെ, പാരലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വരച്ച് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് ഈ ഒരു സർക്യൂട്ട് എന്തിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക? യെസ്, ഈ പറഞ്ഞ 6 volt ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം കിട്ടും. അപ്പോൾ നിങ്ങൾ നല്ല വൃത്തിയിൽ എഴുതി വെച്ച് കൊടുക്കണം. ഞാനിവിടെ ഡിജിറ്റലായിട്ട് മാർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും എന്ത് ചെയ്യുന്നത് കൃത്യമായിട്ട് നമുക്ക് കിട്ടാത്തത്. നല്ല പേപ്പറിലും പേനയിലൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് എഴുതാമായിരുന്നു. ഓക്കെ, സോ ഇവിടെ എന്ത് ചെയ്യുക? ആദ്യമേ നിങ്ങൾ 6 ohm കൊടുക്കുക, അതുപോലെ താഴെ നിങ്ങൾ 3 ohm എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് കൊടുക്കുക കേട്ടോ. റെഡി? അപ്പോൾ അതിൻ്റെ ആൻസർ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതാണ് അതിൻ്റെ എന്ത്? സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, സർക്യൂട്ട് ഡയഗ്രാം നമ്മൾ പാരലൽ രീതിയിൽ വരച്ച് കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഫൈൻഡ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട്. ഈ റെസിസ്റ്റൻസിൻ്റെ അല്ലെ, ഈ ഒരു സർക്യൂട്ടിലെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റെസിസ്റ്റേഴ്സ് എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? പാരലലിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ, പാരലലിൽ. അപ്പോൾ പാരലലിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാൻ നിങ്ങൾക്ക് അറിയാലോ. R1 R2 ബൈ R1 പ്ലസ് R2 ആണ് ഇക്വേഷൻ. എന്താണ് ഇക്വേഷൻ? R1 R2 ബൈ R1 പ്ലസ് R2. റെഡി? R1 R2 ബൈ R1 പ്ലസ് R2. ഇതാണ് ഇക്വേഷൻ. R1 R2 ബൈ R1 പ്ലസ് R2. ഇവിടെ R1 R2 ഒക്കെ എന്താണ്? യെസ്, R1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ റെസിസ്റ്റൻസ്, R2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ റെസിസ്റ്റൻസ്. അപ്പോൾ R1 എന്ന് പറഞ്ഞാൽ ഇവിടെ 6 ആണ്, 6 ആണ് അല്ലേ. R2 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ നമുക്ക് ഈ വാല്യൂസ് ഒക്കെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാമല്ലോ. യെസ്, ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടും. അപ്പോൾ R എഫക്റ്റീവ് അല്ലെങ്കിൽ R ഇഫക്റ്റീവ്. ഓക്കെ, അതാണ് RE എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ R ഇഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇവിടെ 6 × 3 ബൈ 6 + 3. ഓക്കെ, 6 × 3 ബൈ 6 + 3 എന്ന് പറഞ്ഞ മക്കളെ എത്ര കിട്ടോടാ? 18/9, അതായത് 2 ohm എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ആൻസർ കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ദാറ്റ് ഈസ് 2 ohm. ഓക്കെ, 2 ohm ആണ് ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ്.
റെഡി. അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എഴുതിയെടുക്കേണ്ടവർ കൃത്യമായിട്ട് എഴുതിയെടുക്കുക. ഞാൻ അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക? യെസ്, കൃത്യമായിട്ട് വായിച്ച് മുമ്പോട്ട് പോകാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? കാൽക്കുലേറ്റ് ദ കറൻറ്റ് ത്രൂ ഈച്ച് റെസിസ്റ്റർ. ഓരോ റെസിസ്റ്ററിലൂടെയുള്ള കറൻറ്റ് നമുക്ക് കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ സർക്യൂട്ട് ഡയഗ്രാം ഒന്ന് എന്ത് ചെയ്യുകയാണ്? ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അടുത്തതിന് ശേഷം നമുക്ക് നോക്കാം. ഓക്കെ, കാൽക്കുലേറ്റ് ദ കറൻറ്റ് ത്രൂ ഈച്ച് റെസിസ്റ്റർ. അതായത് നിങ്ങൾക്കറിയാം ഇവിടെ 6 ഓം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസിസ്റ്റർ ഉണ്ട്, അതുപോലെ 3 ഓം എന്ന് പറഞ്ഞിട്ടൊരു റെസിസ്റ്റർ ഉണ്ട്. കറൻറ്റിൻ്റെ ഇക്വേഷൻ എന്താ മക്കളെ? ഓംസ് ലോ പ്രകാരം യെസ്, എല്ലാവരും പറഞ്ഞു I = V/R. ഷോർട്ട് കട്ട് ഇക്വേഷൻ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ നോക്കിയാൽ അറിയാം. ഷോർട്ട് കട്ട് ഇക്വേഷൻ പഠിക്കാനുള്ള ഒരു രീതി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, I = V/R. അപ്പോൾ വിക്ക് പകരം നിങ്ങൾക്ക് ഇവിടെ എത്ര ഉപയോഗിക്കാം? യെസ്, 6 വോൾട്ട് അല്ലേ? ഇവിടെ V എന്ന് പറഞ്ഞാൽ 6 വോൾട്ട് ആണ്. അപ്പോൾ 6/R. നമ്മൾ ഏത് റെസിസ്റ്ററിൻ്റെ കാണുന്നത്? 6 ഓമിൻ്റെ അല്ലേ? അപ്പോൾ 6/6 = 1 ആംപിയർ എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യം എങ്ങനെയായിരിക്കും? ഓരോ റെസിസ്റ്ററിലൂടെയുള്ള കറൻറ്റ് കാണാനായിരിക്കും ചോദിക്കുക. ഓക്കെ, ഓരോ റെസിസ്റ്ററിലൂടെയുള്ള കറൻറ്റാണ് ചോദിക്കുക. അപ്പോൾ ആദ്യത്തെ 6 ഓം റെസിസ്റ്ററിലൂടെയുള്ള കറൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ 1 ആംപിയർ എന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 3 ഓമിൻ്റെ നിങ്ങളൊന്ന് കണ്ടേ, നിങ്ങളൊന്ന് എൻ്റെ കൂടെ തന്നെ ചെയ്തൊന്ന് നോക്കിയേ. I = V/R. റെഡി. വി എന്ന് പറഞ്ഞാൽ ഇവിടെ 6 ആണ്. R എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര എടുക്കണ്ടേ? യെസ്, R എന്ന് പറഞ്ഞാൽ 3 ഓം ആണ് എടുക്കേണ്ടത്. വെരി ഗുഡ്, എല്ലാവരും പറഞ്ഞു 3 ഓം ആണ്. അപ്പോൾ 6/3 നമുക്ക് എത്ര കിട്ടൂടാ? യെസ്, 2 ആംപിയർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ആൻസർ കിട്ടും കേട്ടോ. സോ ആദ്യത്തെ റെസിസ്റ്ററിലൂടെ 6 ഓം റെസിസ്റ്ററിലൂടെയുള്ള കറൻറ്റ് 1 ആംപിയർ ആയിരുന്നു. 3 ഓം റെസിസ്റ്ററിലൂടെയുള്ള കറൻറ്റ് 2 ആംപിയർ ആയിരുന്നു. ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ഇല്ലാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി പുറകിലേക്ക് ഒന്ന് ബാക്ക് അടിച്ച് കളഞ്ഞിട്ട് നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ ഒരു തിയറി ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് കണക്ടിങ് ഇലക്ട്രിക് അപ്ലയൻസ് ഇൻ പാരലൽ? അതായത് ഇലക്ട്രിക് അപ്ലയൻസുകൾ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ വീടുകളിൽ പാരലൽ കണക്ഷൻ ആയിരിക്കും ഉണ്ടാവുക അല്ലേ? ഈ പാരലൽ കണക്ഷനിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഗുണങ്ങൾ, അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1ാമത്തെ അഡ്വാൻറ്റേജ് നിങ്ങൾക്കറിയാം, സെയിം വോൾട്ടേജ് ആയിരിക്കും. പാരലൽ കണക്ഷനിൽ എപ്പോഴും സെയിം വോൾട്ടേജ് ആയിരിക്കും അല്ലേ? വീട്ടിലുള്ള മിക്സിക്കും ഇലക്ട്രിക് ബൾബിനും അതുപോലെ മറ്റു പല ഇലക്ട്രിക് അപ്ലയൻസുകൾക്കൊക്കെ സെയിം വോൾട്ടേജ് ആയിരിക്കും ലഭിക്കുക. അതുപോലെ അവയ്ക്ക് ആവശ്യമുള്ള റിക്വയർഡ് കറൻറ്റ് കറക്റ്റായിട്ട് കിട്ടും അല്ലേ? അവയ്ക്ക് ആവശ്യമുള്ള റിക്വയർഡ് കറൻറ്റ് കൃത്യമായിട്ട് തന്നെ കിട്ടും. അതുപോലെ എല്ലാതും കറക്റ്റ് ആ ഒരു റേറ്റഡ് പവർ, എത്ര പവറിലാണോ പ്രവർത്തിപ്പിക്കേണ്ടത് അതേ പവർ തന്നെ അവിടെ നമുക്ക് പാരലൽ രീതിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അതുപോലെ തന്നെ സെപ്പറേറ്റ് സ്വിച്ചുകളാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? പാരലൽ രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുക. അതേസമയം മക്കളെ നിങ്ങൾ മനസ്സിലാക്കണം, സീരീസ് രീതിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, സീരീസ് രീതിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് സ്വിച്ചസ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സെപ്പറേറ്റ് സ്വിച്ചസ് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ പാരലൽ മെത്തേഡ് ആണെങ്കിൽ എന്ത് ചെയ്യാം? യെസ്, എല്ലാ സെപ്പറേറ്റ് സ്വിച്ചുകളും നമുക്ക് എന്ത് ചെയ്യാം? പ്ലേസ് ചെയ്ത് വെച്ച് കൊടുക്കാൻ പറ്റും. ഓക്കെ, റെഡി. ഈ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഒരു കാൽക്കുലേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട്. 50 ജൂൾ ഓഫ് വർക്ക്. ഓക്കെ, 50 ജൂൾ വർക്ക്. ഓക്കെ, 50 ജൂൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഓൺ മൂവിങ് ആൻഡ് ഇലക്ട്രിക് ചാർജ്. ഒരു ഇലക്ട്രിക് ചാർജ് ഉണ്ടായിരുന്നു 5 കൂളമ്പിൻ്റെ. ഓക്കെ, 5 കൂളമ്പിൻ്റെ ഇലക്ട്രിക് ചാർജ് M എന്ന പോയിന്റിൽ നിന്ന് N എന്ന പോയിന്റിലേക്ക് മൂവ് ചെയ്യിപ്പിച്ചു എന്നാണ് പറയണേ. റെഡി. അപ്പോൾ ഞാനിവിടെ ഒരു ഡയഗ്രാം വരച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതായത് M എന്ന പോയിന്റ് ഉണ്ട്. ഈ M എന്ന പോയിന്റിൽ നിന്ന് N എന്ന പോയിന്റിലേക്ക് എന്ത് ചെയ്തു? ഈ പറഞ്ഞ 5 കൂളമ്പ് ചാർജിനെ എന്ത് ചെയ്തു? യെസ്, മൂവ് ചെയ്യിപ്പിച്ചു അല്ലേ? 5 കൂളമ്പ് ചാർജിനെ ഈ N എന്ന പോയിന്റിലേക്ക് എത്തിച്ചു. ഓക്കെ, അപ്പോൾ അവിടെ എടുത്ത വർക്ക് 50 ജൂളാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് കാണാൻ പറഞ്ഞിരിക്കുന്നത്, ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ച് നോക്കി, കൃത്യമായിട്ട് വായിച്ച് നോക്കണേ. പൊട്ടൻഷ്യൽ ഡിഫറൻസാണ് കാണാൻ പറഞ്ഞിരിക്കണേ. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V ആണല്ലോ. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് തന്നെ എഴുതാം. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഇക്വേഷൻ നിങ്ങൾ ഇപ്പോൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം. ദാറ്റ് ഈസ് വർക്ക് ബൈ ചാർജ്. എന്താണ് ഇക്വേഷൻ? വർക്ക് ബൈ ചാർജ്. അപ്പോൾ ഇവിടെ വർക്ക് എത്രയാ? 50 ജൂളല്ലേ? 50 ബൈ ചാർജ് എത്രയാ? 5 കൂളമ്പ് അല്ലേ? അപ്പോൾ 50/5, അതായത് നിങ്ങൾക്ക് എത്ര കിട്ടും? 10 ജൂൾ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ആൻസർ, 10 വോൾട്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. കാരണം ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റും. അത് 10 വോൾട്ട്.
ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. പരീക്ഷയ്ക്ക് ഈ വാല്യൂസിന് പകരം മറ്റേതെങ്കിലും വാല്യൂസ് നൽകിയിട്ട് എന്ത് ചെയ്യാം, പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. റെഡി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. 6ാമത്തെ ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മാച്ച് ദ ഫോളോയിങ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് ചെയ്ത് നോക്കൂ. എങ്ങനെയാണ് നമുക്ക് ആൻസർ കിട്ടുക? പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി അല്ലെ, വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം വർക്ക് ബൈ ചാർജ് ആണ്. ഓക്കെ, വർക്ക് ബൈ ചാർജ് ആണ്. ഈ വർക്ക് ബൈ ചാർജിൻ്റെ യൂണിറ്റ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു വോൾട്ട് ആണ്. അപ്പോൾ നമുക്കത് കൃത്യമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് വർക്ക് ബൈ ചാർജ് വോൾട്ട്. റെഡി. ഇനി അതുപോലെ തന്നെ കറണ്ടിൻ്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ക്യൂ ബൈ ടി, ചാർജ് ബൈ ടൈം ആണ്. റെഡി. അപ്പോൾ കറണ്ടിൻ്റെ യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ആംബിയർ ആണെന്നുള്ളതും മനസ്സിലാക്കി വെക്കണം. ഇനി സ്വാഭാവികമായിട്ടും 2 മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ 3ാമത്തത് നിങ്ങൾക്ക് എന്ത് ചെയ്തോളും, കൃത്യമായിട്ട് മാച്ച് ചെയ്ത് കിട്ടും അല്ലേ. റെഡി. അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ യെസ് വി ബൈ ഐ ആണ്. ഓംസ് ലോ പ്രകാരം R = V ബൈ I ആണ് അല്ലേ. അതിൻ്റെ യൂണിറ്റ് ഓം ആണ്. ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുന്നു. 7ാമത്തെ ക്വസ്റ്റ്യനിൽ 4 സർക്യൂട്ടുകളാണ് നൽകിയിരിക്കുന്നത്. അതിനെ ബേസ് ചെയ്തിട്ട് ചോദിച്ചിരിക്കുന്നു, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സർക്യൂട്ട് ആർ അമ്മീറ്റർ ആൻഡ് വോൾട്ട് മീറ്റർ കണക്റ്റഡ് പ്രോപ്പർലി. അമ്മീറ്ററും വോൾട്ട് മീറ്ററും കൃത്യമായിട്ട് കണക്ട് ചെയ്തിട്ട് വെച്ചിരിക്കുന്ന സർക്യൂട്ടാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ നിങ്ങളൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്തെടുക്കണം. അതായത് മക്കളെ ഇവിടെ ശ്രദ്ധിച്ച് വെച്ചോളൂ. ഇവിടെ അമ്മീറ്റർ എന്ന് പറഞ്ഞാൽ കറണ്ട് മെഷർ ചെയ്യാനുള്ള ഡിവൈസ് ആണ് അല്ലേ. അപ്പോൾ അമ്മീറ്റർ എപ്പോഴും സീരീസ് രീതിയിൽ അല്ലെങ്കിൽ ശ്രേണി രീതിയിലായിരിക്കും കണക്ട് ചെയ്യുക. വോൾട്ട് മീറ്റർ എപ്പോഴും പാരലൽ രീതിയിലായിരിക്കും. പാരലൽ എന്ന് പറഞ്ഞാൽ സമാന്തര രീതിയിലായിരിക്കും കണക്ട് ചെയ്യുക. ഈ ഒരു ഐഡിയ എന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിനകത്ത് വേണം. അമ്മീറ്റർ എന്തായിരിക്കും, സീരീസിലാണ് കണക്ട് ചെയ്യുക. ഇനി വോൾട്ട് മീറ്റർ ആണെങ്കിൽ പാരലലായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ഈ ഒരു സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ അമ്മീറ്ററും വോൾട്ട് മീറ്ററും സീരീസിൽ തന്നെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് തെറ്റായിട്ടുള്ള സർക്യൂട്ടാണ്. ഇനി 2ാമത്തെ സർക്യൂട്ട് എടുക്കുന്ന സമയത്ത് ഇവിടെ അമ്മീറ്റർ പാരലലാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ. അമ്മീറ്റർ പാരലലാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മളെന്താ പഠിച്ചിരിക്കുന്നത്, അമ്മീറ്റർ ഏത് രീതിയിൽ, സീരീസിലാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പം അതും തെറ്റല്ലേ. യെസ്, തെറ്റാണ്. റെഡി. ഇനി 3ാമത്തെ ഓപ്ഷനിൽ നിങ്ങൾ നോക്കുമ്പോൾ യെസ്, അമ്മീറ്റർ സീരീസിൽ തന്നെയാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, വോൾട്ട് മീറ്റർ പാരലൽ തന്നെയാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ഫിഗർ ആയിട്ട് വരാം. ഇനി 4ാമത്തേൽ നോക്കുമ്പോഴും കൃത്യമാണ്, വോൾട്ട് മീറ്റർ പാരലൽ തന്നെ, അമ്മീറ്ററും സീരീസിൽ തന്നെ. പക്ഷേ ഈ 2 ചിത്രങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഇവിടെ നെഗറ്റീവ് ടെർമിനലാണ് അല്ലേ. ഈ നെഗറ്റീവ് ടെർമിനൽ വോൾട്ട് മീറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനൽ തന്നെയായിട്ട് എന്ത് ചെയ്യണം, കണക്ട് ചെയ്യണം. ഓക്കെ, എന്താ ഞാൻ പറഞ്ഞത്, ഈ ബാറ്ററിയുടെ നെഗറ്റീവ് തന്നെയായിരിക്കണം വോൾട്ട് മീറ്ററിൻ്റെ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്യേണ്ടത്. റെഡി. അപ്പോൾ ഈ ഡി എന്ന് പറഞ്ഞ ചിത്രത്തിൽ നിങ്ങൾ നോക്കുന്ന സമയത്ത് ബാറ്ററിയുടെ നെഗറ്റീവ് വോൾട്ട് മീറ്ററിൻ്റെ പോസിറ്റീവിലാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ശരിയാണോ? അല്ല, അത് ശരിയല്ല. അപ്പോൾ 4ാമത്തെ ആ ഒരു ചിത്രവും തെറ്റായിട്ടുള്ള ചിത്രമാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക മക്കളെ, ഇവിടെ വോൾട്ട് മീറ്റർ പാരലലാണ്, അമ്മീറ്റർ സീരീസിലാണ്. അത് മാത്രം നിങ്ങൾ നോക്കിയാൽ പോരാ, എന്തുകൂടി നോക്കണം, നെഗറ്റീവ് ടെർമിനൽ, ബാറ്ററിയുടെ നെഗറ്റീവ് വോൾട്ട് മീറ്ററിൻ്റെ നെഗറ്റീവ് ആവണം. ഓക്കെ, അല്ലെങ്കിൽ ബാറ്ററിയുടെ പോസിറ്റീവ് വോൾട്ട് മീറ്ററിൻ്റെ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കണം. ഓക്കെ, വോൾട്ട് മീറ്റർ മാത്രമല്ല അമ്മീറ്ററിന് ഇതൊക്കെ ബാധകമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ വോൾട്ട് മീറ്റർ വെച്ചിട്ട് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അമ്മീറ്ററിന് ബാധകമല്ല എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. അമ്മീറ്ററിനും വോൾട്ട് മീറ്ററിനും എന്തായിരിക്കണം, യെസ്, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവിൽ തന്നെ കണക്ട് ചെയ്യണം, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവിൽ തന്നെ കണക്ട് ചെയ്യണം. റെഡി. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ശരിയായിട്ട് വരുന്ന ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് കൃത്യമായിട്ട് വരുന്ന ആൻസർ. സോ ഐ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ ഫോർ എവരിവൺ. ഓപ്ഷൻ സി മാർക്ക് ചെയ്ത് വെച്ചോളുക, അതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ അല്ല മക്കളെ, ഈ ഒരു പോയിന്റ് എന്ത് ചെയ്യണം, നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചു വെച്ചോണം. റെസിസ്റ്ററുകൾ സീരീസിൽ കണക്ട് ചെയ്താലും പാരലലിൽ കണക്ട് ചെയ്താലും ഉള്ള വ്യത്യാസം. ഓക്കെ, ഇതൊരു നോട്ട് പോലെ ജസ്റ്റ് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. റെസിസ്റ്റർ സീരീസിലും പാരലലിലും കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് പഠിച്ചു വയ്ക്കാം. എഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടും, അതുപോലെ കറണ്ട് സെയിം ആയിരിക്കും, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിഫറൻ്റ് ആയിരിക്കും, അതുപോലെ സെപ്പറേറ്റ് സ്വിച്ച് ഉണ്ടാവുകയില്ല. ഇതും നിങ്ങളുടെ പരീക്ഷയ്ക്ക് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സീരീസ് കണക്ഷൻ ആൻഡ് പാരലൽ കണക്ഷൻ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ചോദിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. ഓക്കെ, സോ ആ ഒരു ഡിഫറൻസ് എന്ത് ചെയ്യുക, പഠിച്ച് മുമ്പോട്ട് പോവുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. 9ാമത്തെ ക്വസ്റ്റ്യൻ.
ഒമ്പതാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നു 8 ഓമും അതുപോലെ തന്നെ 4 ഓമും അല്ലെ, 8 ഓമും 4 ഓമും റെസിസ്റ്റർ ഉണ്ടായിരുന്നു. അത് 6 വോൾട്ട് ബാറ്ററിയിൽ വെച്ച് കണക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഡ്രോ ദ സർക്യൂട്ട് ഡയഗ്രം ഇൻ വിച്ച് ദീസ് റെസിസ്റ്റൻസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് രീതിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് കണക്ഷൻ മുമ്പോട്ട് പോകുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 റെസിസ്റ്ററുകളുണ്ട്, ഒന്ന് 8 ഓം പിന്നെ 4 ഓം അല്ലേ. അപ്പോൾ സീരീസ് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചു. ഇനി ഏത് ബാറ്ററിയുമായിട്ട്? 6 വോൾട്ട് ബാറ്ററിയുമായിട്ട് ഈ സാധനത്തിനെ കണക്ട് ചെയ്ത് വെക്കണം അല്ലേ. അപ്പോൾ ഇതാണ് അതിൻ്റെ എന്ത് വരിക? സർക്യൂട്ട് ഡയഗ്രാം വരിക. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയെടുക്കുക. ഇവിടെ എന്ത് വരും? 8 ഓം, ഇവിടെ 4 ഓം. ഇതാണല്ലോ സീരീസ് എന്ന് പറയുന്നത്. സീരീസ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ട് എഴുതുക. റെഡി. അപ്പോൾ സീരീസ് രീതിയിലെ സർക്യൂട്ട് ഡയഗ്രാം എല്ലാവരും വരച്ചു എന്ന് വിചാരിക്കുന്നു. സോ ഒന്നാമത്തെ ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ മക്കൾ പറയുന്നത്? ഇതൊന്ന് മിനിമൈസ് ചെയ്ത് വെക്കട്ടെ. റെഡി. യെസ്. അപ്പോൾ ഫൈൻഡ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ ദ സർക്യൂട്ട്. ഈ സർക്യൂട്ടിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണണമെങ്കിൽ നിങ്ങൾക്കറിയാം ഈ മെത്തേഡിന് നമ്മൾ പറയും സീരീസ് മെത്തേഡ് എന്ന് പറയും. അപ്പോൾ സീരീസ് മെത്തേഡിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണണമെങ്കിൽ അല്ലേ, ആർ ഇഫക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം R1 + R2 ആണ് അല്ലേ. R1 + R2 ആണ്. അപ്പോൾ ഇവിടെ R1 എത്രയാ? 8 ഓം. R2 എത്രയാ? 4 ഓം. അപ്പോൾ 8 + 4 എത്രയാ? 12 ഓം എന്ന് കിട്ടും. ഓക്കെ, റെഡിയാണല്ലോ. എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. കിട്ടാത്തവരുണ്ടെങ്കിൽ ഇതൊക്കെ പഠിച്ചു വെച്ചോണേ. ഈ പറഞ്ഞ സീരീസ് രീതിയിലാണെങ്കിൽ R1 + R2 ആണ് ഇക്വേഷൻ. പാരലലിലാണെങ്കിൽ R1 R2 / R1 + R2 ആണ് ഇക്വേഷൻ. നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ ആണ്. റെഡി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? യെസ്, കാൽക്കുലേറ്റ് ദ കറൻറ്റ് ഇൻ ദ സർക്യൂട്ട്. ഈ സർക്യൂട്ടിലെ മൊത്തം കറൻ്റ് ആണ് വേണ്ടത്. ഓക്കെ, സർക്യൂട്ടിലെ കറൻ്റ് ആണ് വേണ്ടത്. നമുക്ക് വേണ്ടത് സർക്യൂട്ടിലെ ഈ ഒരു സർക്യൂട്ടിലെ കറൻ്റ് ആണ് വേണ്ടത്. അപ്പോൾ സർക്യൂട്ടിലെ കറൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം I = V/R എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണ് അല്ലേ. I = V/R. ഓക്കെ, I = V/R എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണ്. I = V/R. അപ്പോൾ ഈ ഇക്വേഷനിൽ V നിങ്ങൾക്ക് അറിയാം 6 വോൾട്ട് ആണ് അല്ലേ. 6 വോൾട്ട് ബൈ R എന്ന് പറഞ്ഞാൽ ഇവിടെ 12 ഓം ആണ്. അപ്പോൾ 6/12 നിങ്ങൾക്ക് കിട്ടും. എത്ര കിട്ടോടാ? 1/2 അല്ലെങ്കിൽ 0.5 ആംബിയർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആൻസർ കിട്ടും എന്ന് വിചാരിക്കുന്നു. സോ എല്ലാവരും എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ആൻസർ മനസ്സിലാക്കിയെടുത്ത് പഠിച്ച് മുമ്പോട്ട് പോവുക കേട്ടോ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നു ഫൈൻഡ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് അറേഞ്ച്മെന്റ് ഗിവൺ ഇൻ ദ ഫിഗർ. ഈ ഒരു ഫിഗറിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഓക്കെ, ഈ ഒരു ഫിഗറിൽ നിങ്ങളറിയാം അവിടെ 3 റെസിസ്റ്ററുകളാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആദ്യത്തെ റെസിസ്റ്റർ, രണ്ടാമത്തതും മൂന്നാമത്തതും. അപ്പോൾ ആദ്യത്തെ റെസിസ്റ്റർ ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ രണ്ടാമത്തെയും മൂന്നാമത്തെയും റെസിസ്റ്റർ ഏത് രീതിയിലാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്? പാരലൽ രീതിയിലാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ. പാരലൽ രീതിയിൽ. അപ്പോൾ പാരലൽ രീതി നിങ്ങൾ ആദ്യം സോൾവ് ചെയ്തിട്ട് വേണം സീരീസ് രീതിയിലേക്ക് കടക്കാനായിട്ട്. സോ ഈ റെസിസ്റ്ററും നിങ്ങൾക്കറിയാം ഇവിടെ പാരലൽ രീതിയാണ് അല്ലേ. അപ്പോൾ പാരലൽ മെത്തേഡാണ്. അപ്പോൾ പാരലൽ മെത്തേഡിൻ്റെ ഇക്വേഷൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. R1 R2 / R1 + R2. ഇവിടെ R1 എന്ന് പറഞ്ഞാൽ 2 ആണ്, R2 എന്ന് പറഞ്ഞാലും 2 തന്നെയാണ്. അപ്പോൾ 2 × 2 / 2 + 2 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് 4/4 ദാറ്റ് ഈസ് 1 ഓം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഫൈനൽ ഇവിടുത്തെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ അതായത് ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഈ പാരലൽ മെത്തേഡിൽ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ മൊത്തം റെസിസ്റ്റൻസ് 1 ഓം എന്ന് കിട്ടും. മൊത്തം റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടൂടാ? 1 ഓം റെസിസ്റ്റൻസ് എന്ന് കിട്ടും. അപ്പോൾ ഈ സർക്യൂട്ടിനെ ഞാൻ ഒന്നുകൂടി ചെറുതാക്കാൻ പോവുകയാണ്. അതായത് നിങ്ങൾക്കറിയാം ഇവിടെ ഓൾറെഡി ഒരു റെസിസ്റ്റർ ഉണ്ട് 2 ഓം. ഇനി ഈ സാധനത്തിന് ചെറുതാക്കിയപ്പോൾ ഈ ഒരു സർക്യൂട്ടിനെ ചെറുതാക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 ഓം ആയിട്ട് കിട്ടി. 1 ഓം ആയിട്ട് കിട്ടി. റെഡി. അപ്പോൾ 1 ഓം ആയിട്ട് കിട്ടി. ഇനി നിങ്ങൾ ഈ സർക്യൂട്ടിലേക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ 2 ഓമും ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 1 ഓമുമാണ് അല്ലേ. ഇതും തമ്മിൽ ഏത് കണക്ഷനാ? നേരെയല്ല കണക്ട് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത് ഏത് കണക്ഷനാ? സീരീസ് കണക്ഷൻ അല്ലേ. സീരീസ് കണക്ഷൻ. അപ്പോൾ സീരീസ് കണക്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻ അറിയാം. സീരീസ് ആണെങ്കിൽ ഇക്വേഷൻ എന്താണ് മക്കളെ? R1 + R2 ആണ് ഇക്വേഷൻ അല്ലെ. R1 + R2 ആണ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇക്വേഷനിൽ നമുക്ക് R1 ഉം R2 ഉം ഏതൊക്കെയാണ്? ഇതാണ് R1, ഇതാണ് R2.
അപ്പോൾ 2 + 1 അതായത് ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്ര കിട്ടും? 3 ഓം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കൃത്യമായിട്ട് കിട്ടും കേട്ടോ. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്തത്. സോ അടുത്ത കുറേ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് അടുത്ത ചാപ്റ്റർ ആയിട്ട് നമുക്ക് തൊട്ടടുത്ത നിമിഷം തന്നെ കാണാം. സോ എല്ലാവരുടെ സപ്പോർട്ട് കൃത്യമായിട്ട് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ മനസ്സിലാവാത്ത ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. എത്രയും പെട്ടെന്ന് തന്നെയാണ് നമ്മൾ റിവിഷൻ എന്ത് ചെയ്യുന്നത്, മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യമായിട്ടാണ് എത്തിയിരിക്കുന്നത്. സോ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. സോ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.